ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകർക്ക് ചോദിക്കാനുണ്ടാവും. അതിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. സർ, ഒന്ന് ചോദിച്ചോട്ടെ, ലാപ്രോസ്കോപ്പി എന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്. എന്താണ് സർ ഈ ലാപ്രോസ്കോപ്പി കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് അവിടെ ചെയ്യുന്നത് സർ? ലാപ്രോസ്കോപ്പിക് സർജറി നമുക്ക് ഓപ്പൺ ഓപ്പറേഷൻ അല്ലെങ്കിൽ വയറ് തുറന്നിട്ട് ഉള്ള ഓപ്പറേഷന് പരിഹാരമായിട്ട് അല്ലെങ്കിൽ അതിനൊരു പകരമായിട്ട് വന്നിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഇപ്പം ഏതാണ്ട് 25 വർഷത്തിലധികമായിട്ട് ഇന്ത്യയിൽ വളരെയധികം പ്രചാരത്തിലെത്തിയിട്ടുണ്ട്. പിത്തസഞ്ചിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അത് ആദ്യമായിട്ട് തുടങ്ങിയത്. ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാ ഓപ്പറേഷനും ഉപയോഗിക്കുന്ന തരത്തിലാക്കിയിട്ടുണ്ട്. അതിലൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വയറ് തുറന്നിട്ട് നമുക്ക് വയറിനകത്തുള്ള അവയവങ്ങൾ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണുക എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് വളരെയധികം വലുതായിട്ട് തുറക്കേണ്ടി വന്നു, മസിലൊക്കെ മുറിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ ഇതിനകത്ത് ചെയ്യുന്നത് 1 സെന്റിമീറ്റർ മുറിവിലൂടെ ഒരു ടെലിസ്കോപ്പ് കടത്തിക്കഴിഞ്ഞാൽ അതിലെ കാഴ്ച പുറത്തുള്ള വലിയൊരു മോണിറ്ററിൽ വ്യക്തതയോടുകൂടി കാണാൻ പറ്റും. 10 ഇരട്ടി 20 ഇരട്ടി വലുതായിട്ട് കാണാൻ പറ്റും. അപ്പൊ കൃത്യമായൊരു കാഴ്ച ഉണ്ടാവുക. രണ്ടുപേരുടെ കൈ അകത്ത് കടത്തിയിട്ടാണ് പണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നത്. സർജനും സർജന്റെ അസിസ്റ്റന്റെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ. അപ്പം 4 കൈകൾ കടക്കുന്ന ഒരു ഭാഗത്തിന് പകരം 2-3 ഇൻസ്ട്രുമെന്റ്സ്, അത് 5 മില്ലിമീറ്ററിന്റെ ഇൻസ്ട്രുമെന്റ്സ്, ഒരു പെൻസിൽ പോലെയുള്ള ഇൻസ്ട്രുമെന്റ് കടത്തിയിട്ട് നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ കൈ കൊണ്ട് പിടിക്കുന്നതിന് ഒരു ചെറിയ 5 മില്ലിമീറ്റർ ഇൻസ്ട്രുമെന്റ് അറ്റം ഇങ്ങനെ തുറക്കും. അപ്പൊ ആ ഒരു മെക്കാനിസം ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ടാണ് മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പറയുന്നത്. നമ്മൾ ആ ഇൻവേഷൻ വളരെ കുറയ്ക്കുക എന്നുള്ളൊരു ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ കിട്ടുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ലാപ്രോ എന്നൊരു വാക്കിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറെന്നുള്ളതാണ്. സ്കോപ്പി എന്ന് പറഞ്ഞ അകത്തേക്കാണ് ലാപ്രോസ്കോപ്പി. പക്ഷെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ടെർമിനോളജി കുറച്ചുകൂടെ വൈഡർ ആയിട്ട് വന്നിട്ട് മിനിമലി ഇൻവേസീവ് സർജറി എന്നാക്കിയിട്ടുള്ളത്. അപ്പോ സർ, ആദ്യ കാലത്ത് ലാപ്രോസ്കോപ്പി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അബ്ഡമൻ, വയറിന് ചുറ്റും, വയറിനുള്ളിലുള്ള ഭാഗം മാത്രമായിരുന്നു. ഇപ്പൊ അത് മാത്രമല്ല, കുറച്ചുകൂടെ ബ്രോഡൻഡ് ആയി മറ്റ് ജോയിന്റിന്റെ ഡിസീസിന് വേണ്ടിയിട്ട് ഓർത്തോപെഡിക് സർജന്മാർ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിനെ ആർത്രോസ്കോപ്പി, ആ ജോയിന്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ വേറെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ചെസ്റ്റിനകത്തുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന തൊറക്കോസ്കോപ്പി എന്ന് പറയുന്നത്. തൊറാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് എന്നുള്ള മീനിങ്. ഞങ്ങൾ കഴുത്തിലെ സർജറീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തൈറോയിഡിന്റെ ആയാലും പാരാതൈറോയിഡിന്റെ ആയാലും ഒക്കെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് കഴുത്തിന് മുറിവ് വലിയ മുറിവ് ഉണ്ടാക്കിയിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇപ്പം കീഹോൾ സംവിധാനത്തിലൂടെ ഈ കക്ഷത്തിന്റെ ഭാഗത്തുള്ള ചെറിയ മുറിവ് 5 മില്ലിമീറ്റർ 10 മില്ലിമീറ്റർ മുറിവിലൂടെ കടത്തിയിട്ട് ചെയ്യുക. അതിനെ എൻഡോസ്കോപ്പിക് തൈറോയിഡ് സർജറി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ടെർമിനോളജീസ് മാറിയെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ വരുന്നത്. ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഏകദേശം ഒരുപോലുള്ള ഉപകരണങ്ങളാണ് വരുന്നത്. അപ്പം അതെല്ലാം ഉപയോഗിച്ചിട്ട് സെയിം സംവിധാനം, ടെക്നോളജി ഒക്കെ അത് തന്നെയായിരിക്കും. ആ ഒരു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ അകത്തുള്ള നമ്മുടെ നോളജ് അനുസരിച്ചിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോ ആൾക്കാർക്ക് കൂടുതൽ വിശാലമായി ചിന്തിക്കാം അല്ലേ സർ? ഏത് അവയവങ്ങളിലും, ഓൾമോസ്റ്റ് ഏതാണ്ട് എല്ലാ അവയവങ്ങളിലും നമുക്ക് മിനിമൽ ഇൻവേസീവ് സർജറി നടത്താനുള്ള സാധ്യതയുണ്ട് അല്ലേ സർ? പ്രധാനമായിട്ടും ഏതൊക്കെ വിഷയങ്ങളിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും മിനിമൽ ഇൻവേസീവ് സർജറി? വയറിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജനറൽ സർജറിയിൽ ഉപയോഗിക്കുന്നത് അപ്പൻഡിക്സിന്റെ നീക്കം ചെയ്യാനായിട്ട്. അപ്പൻഡിക്സിന് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 തൊട്ട് 10 സെന്റിമീറ്റർ വരെ മുറിവുണ്ടാക്കുക. അപ്പൊ വയറിന്റെ താഴ്ഭാഗത്ത് മസിൽ വരെ മുറിച്ചിട്ട് അല്ലെങ്കിൽ മസിലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്, ഓപ്പൺ അപ്പൻഡിസെക്ടമി. ഇപ്പൊ അപ്പൻഡിക്സ് എടുത്തു കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറുവിരലിന്റെ അത്രേ ഉള്ളൂ. ഒരു 5 മില്ലിമീറ്റർ അല്ലെങ്കിൽ 10 മില്ലിമീറ്റർ കൂടുതലൊന്നും ഇതിന് വലിപ്പമില്ല. നമുക്കിത് നേരെ ഇങ്ങനെ എടുക്കണമെന്നില്ലല്ലോ, നിർത്തിയിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ അത്രയും സ്ഥലം ആവശ്യമുള്ളൂ. അതിന് വേണ്ടിയിട്ട്, പക്ഷെ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ ചുറ്റുമുള്ള കുടൽ എവിടെയുണ്ട്, അതിനെന്തെങ്കിലും കേടുണ്ടോ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ഓപ്പറേഷൻ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഓപ്പൺ അപ്പൻഡിസെക്ടമി ചെയ്തിട്ടുള്ള ആളാണ്, അതുകൊണ്ട് എനിക്കറിയാം. നമുക്ക് 1 മാസത്തേക്ക് എനിക്ക് ജൂനിയർ ഡോക്ടർ ആയിരുന്ന സമയത്ത് അതിന്റെ പണി പോലും നമുക്ക് ചെയ്യാൻ പറ്റും. നടക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് വലിയുന്നുണ്ട്. എത്ര നന്നായിട്ട് സർജൻ ചെയ്ത് തന്നാലും നമുക്ക് ആ ഭാഗത്തെ വലിച്ചിലും വേദന ഉണ്ടാവും. അത് മാറിയിട്ട് ഇപ്പം 5 മില്ലിമീറ്ററിന്റെ 2 ഇൻസ്ട്രുമെന്റ്, ഒരു 10 മില്ലിമീറ്റർ ഇൻസ്ട്രുമെന്റിനകത്ത് ഒരു ടെലിസ്കോപ്പ് കടത്തി കഴിഞ്ഞാൽ ഇത് എടുക്കാൻ പറ്റും. അപ്പൊ അടുത്ത ദിവസം രാവിലെ തന്നെ പേഷ്യന്റ് ഫിറ്റ് ആൻഡ് ഫൈൻ ഗോ ഹോം എന്നുള്ള ഒരു സിറ്റുവേഷനായി. പിന്നെ പിത്തസഞ്ചിയുടെ ഓപ്പറേഷൻ ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് അത് തുടങ്ങിയത് തന്നെ പിത്തസഞ്ചിയുടെ ഓപ്പറേഷന് വേണ്ടി വയറിന്റെ മേൽഭാഗത്ത് 10 തൊട്ട് 20 സെന്റിമീറ്റർ വരെ മുറിച്ചിട്ടായിരുന്നു ചെയ്യുന്നത്. അതൊക്കെ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നമുക്ക് വേദന എടുക്കും. 6 മാസത്തേക്ക് വരെ വിഷമം ഉണ്ടാവും. അപ്പൊ അത്തരം ബുദ്ധിമുട്ട് മാറ്റി ഗോൾ ബ്ലാഡറിന്റെ ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പം ഹെർണിയയുടെ ഓപ്പറേഷൻ എന്ന് പറയും. കീഹോളിലൂടെ ചെയ്യുന്ന ഹെർണിയ ഓപ്പറേഷൻ വളരെ വ്യത്യാസമുണ്ട്. ഇപ്പൊ പുക്കിളിന്റെ അവിടെ ഒരു ഹെർണിയ ഉണ്ട്, കാലിന്റെ 2 മടക്കിൽ ഹെർണിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഓരോ സ്ഥലത്തും പോയിട്ട് 10 സെന്റിമീറ്റർ മുറിവ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഹെർണിയ വരുന്നത് തന്നെ ഒരു ഭാഗത്ത് ക്ഷീണം വന്നിട്ടാണ്. അപ്പൊ ആ ക്ഷീണം വന്ന ഭാഗത്ത് പിന്നെയും മുറിവുണ്ടാക്കിയ കൂടുതൽ ക്ഷീണം ഉണ്ടാക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള നെറ്റ് വെക്കുക എന്നുള്ള പരിപാടി ചെയ്യും. പക്ഷെ കീഹോളിൽ ഈ സൈഡിലൂടെ പോയിട്ട് ഇവിടെ ഒരു മെഷ് വെച്ചു, അവിടെ എല്ലാം മെഷ് വെച്ച് കഴിഞ്ഞാൽ നെറ്റിന്റെ ആ ഒരു സ്ട്രെങ്ത് കൂടുതലുകൊണ്ട് നമുക്ക് അപ്പം തന്നെ നമ്മൾ അവിടെ പരിഹരിച്ചു കഴിഞ്ഞു, ഹെർണിയയുടെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ ക്ഷീണം ഉണ്ടാവും, അല്ലെ പിന്നെ ഹെർണിയ വരുമെന്നുള്ള പേടിയൊന്നും വേണ്ട.
അപ്പൊ അതിനും ടെക്നിക്കലായിട്ട് നടന്നു. പിന്നെ നമ്മുടെ പൊണ്ണത്തടിയുടെ ഓപ്പറേഷൻസ് ഒക്കെ അതൊക്കെ ഒരിക്കലും ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യാനേ പറ്റില്ല. ഇപ്പോഴും ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് 140 കിലോ ഉള്ള ഒരാൾക്ക് പോയിട്ട് നമ്മൾ എത്ര മുറിവുണ്ടാക്കിയാലും കയ്യൊന്നും ഇട്ടാവുന്ന അവിടോട്ടൊന്നും എത്തില്ല. ആമാശയത്തിന്റെ അടുത്തോട്ട് പറ്റില്ല. ആമാശയത്തിനാണ് മോസ്റ്റ്ലി പൊണ്ണത്തടിയുടെ ഓപ്പറേഷൻസ് വരുന്നത്. അതൊക്കെ നമുക്ക് ടെലിസ്കോപ്പ് ആകുമ്പോൾ മുമ്പോട്ട് നീക്കി കഴിഞ്ഞാൽ അങ്ങേ അറ്റം വരെ കാണാം. മറ്റേ നമ്മൾ എത്ര തലയകത്തിടാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് മുറിവുണ്ടാക്കിയാലും പറ്റാത്ത ഓപ്പറേഷൻസ് ആണ്. കീഹോളിന്റെ സംവിധാനം കൊണ്ട് മാത്രം ചെയ്യാവുന്നതാണ് ഈ ഒബീസിറ്റി ഓപ്പറേഷൻസ്. പിന്നെ കുടലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, ആമാശയമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഏത് തരത്തിലുള്ള ക്യാൻസർ ഉൾപ്പെടെയുള്ള മുഴകൾക്കും ഇപ്പൊ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. അതെ അല്ലേ. അപ്പം പൊതുവെ ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ഈ ഹെർണിയ പ്രോബ്ലംസ്, അപ്പൻഡിസൈറ്റിസ് ഇതൊക്കെ കൂടുതലായിട്ട് ആൾക്കാർക്ക് വരുന്നതാണല്ലോ. അതുപോലെ തന്നെ ഈ തൈറോയിഡ് പ്രോബ്ലംസും ഓൾമോസ്റ്റ് ഒരുപാട് പേര് അതുമായിട്ട് ഹോസ്പിറ്റലിൽ വരാറുണ്ടല്ലോ. അപ്പൊ സാറിന്റെ അനുഭവം ഒന്ന് പറയാമോ? എന്താണ് ഈ എൻഡോസ്കോപ്പിക് തൈറോയിഡ് സർജറി? അതുമായിട്ട് എന്തൊക്കെയാ നമുക്ക് ചെയ്യാനാവുക സാർ? കഴുത്തിൽ മുഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാനായിട്ട് ആൾക്കാർ മടിച്ചുകൊണ്ടിരുന്നത്, അത് മാറ്റുമ്പം കഴുത്തിന് കുറുകെ വലിയൊരു മുറിവ് ഉണ്ടാവും. മുറിവിന്റെ വന്നിട്ട് ഒരു സ്കാർ വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു അഭംഗി. അപ്പം മുഴ ഒരുവിധം ഉള്ളതാണെന്നുണ്ടെങ്കിൽ, അഭംഗിയുള്ളെന്നുണ്ടെങ്കിൽ ആൾക്കാരെ ചെയ്യില്ല. അതിനേക്കാളും ഭംഗിക്കുറവുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഴുത്ത് മുറിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷന് സമ്മതിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ വെച്ച് ഇത് പലപ്പോഴും ട്യൂമറായി മാറിയിട്ടൊക്കെ ആയിരിക്കും ആൾക്കാർ വന്നത്. ഇപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ നമുക്ക് സഹായിച്ചു. കാരണം നമ്മുടെ ഒരു ഡ്രസ് പാറ്റേണിൽ ടൈ കെട്ടി നടക്കാത്ത ഒരാളുടെയും കഴുത്തിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ കാണുന്ന സിറ്റുവേഷൻ ആണ്. അതിന് നമ്മൾ കീ ഹോളിലൂടെ ചെയ്യുമ്പോൾ കക്ഷത്തിന്റെ ഭാഗത്ത് കൊഴുപ്പിന്റെയും തൊലിയുടെയും കൊഴുപ്പിന്റെ അടിയിൽ മാത്രം ചെറിയ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ലാപ്രോസ്കോപ്പിക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ വന്നിട്ട് കഴുത്തിന്റെ ഭാഗത്തേക്ക് വരാൻ പറ്റും. രണ്ട് സൈഡും ചെയ്യേണ്ട മുഴയുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ ചെറിയ 5 മില്ലിമീറ്റർ ഉള്ളു. അപ്പൊ അതിന്റെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല. എന്നാൽ നമ്മൾ ഏത് ഭാഗത്താണോ ഈ മുഴകൾ ഇരിക്കുന്നത് അവിടേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാനും അവിടെ ചെന്നിട്ട് നമുക്ക് ഓപ്പൺ ഓപ്പറേഷനേക്കാളും ചെയ്യുന്നതിനേക്കാളും നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് വളരെ മാഗ്നിഫൈഡ് ആയിട്ടാണ് കാണുന്നത്. 10 ഇരട്ടി വലുതായിട്ട് കാണാം. അതിനകത്ത് ഉപകരണങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇപ്പൊ കാൽസ്യത്തിന്റെ ഗ്രന്ഥികളുണ്ട് ഈ സൈഡിലായിട്ട്. അതിനെ സുരക്ഷിതമായിട്ട് വെക്കണം. ശബ്ദത്തിന്റെ ഞരമ്പ് പോകുന്ന എല്ലാവർക്കും പേടിയുള്ള തൈറോയിഡിന് ചെയ്യുമ്പോൾ അതും വളരെ കൃത്യമായിട്ട് കണ്ടിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പം ഒരു ബെറ്റർ ഓപ്പറേഷൻ കൃത്യതയോടുകൂടി ചെയ്യാൻ പറ്റും. ക്യാൻസർ പോലെയൊക്കെ ഉള്ളപ്പം കംപ്ലീറ്റ്നെസ് ഓഫ് റിമൂവലും കൂടുതൽ എൻഷുർ ചെയ്യാൻ പറ്റുന്നത് എൻഡോസ്കോപ്പിക് മെത്തേഡിലൂടെ ചെയ്യുന്നതാണ്. അപ്പൊ അത് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. എന്നാൽ കഴുത്തിൽ മുറിവില്ലാത്തതുകൊണ്ട് പേഷ്യന്റ് വളരെ സന്തോഷം. എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്ത് നാട്ടുകാരോടൊന്നും പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഒരു സിക്ക് ലുക്ക് ഇല്ലാതെ ആൾക്കാർക്ക് പറ്റും. പിന്നെ മുറിവില്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി ആ ഒരു കോൺഫിഡൻസ് അവരുള്ളതുകൊണ്ട് അവർ നേരത്തെ തന്നെ ജോലിക്ക് പോകും. മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും വിഷമം ഉണ്ടാവില്ല. അതായത് നമ്മളൊരു ഓപ്പൺ സർജറി ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ സർജറിക്ക് ശേഷവും പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിലും ഉണ്ടാവാം. പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് അത് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ, വലിയൊരു അളവ് വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ആ ഒരു അവർക്ക് കിട്ടുന്ന ഒരു കംഫർട്ടും കോൺഫിഡൻസും കൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകും. ഞാൻ ഒരു പേഷ്യന്റ് പുറത്തു നിന്ന പേഷ്യന്റ്, അപ്പൊ വലിയ മഴയായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ പറ്റുമെങ്കിൽ എൻഡോസ്കോപ്പി. പക്ഷെ അവരപ്പം പറയുന്നത് ഡോക്ടർ ഇത് മുറിക്കരുത്, എനിക്ക് ഫ്ലൈറ്റിൽ പോകാനുള്ളതാ, ഏതും വേണം തുറന്നു പോവുക. അപ്പൊ അതാണ് ആൾക്കാരുടെ ഒരു അപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മുറിവൊന്നും കാണുന്നില്ല, ഈ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ബോധർ ചെയ്യാതിരിക്കും. അപ്പൊ അത്രയ്ക്ക് ഒരു വ്യത്യാസം അതിനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം ഒരു സർജറിക്ക് വിധേയമായാൽ പോലും ധൈര്യമായിട്ട് പിറ്റേന്ന് തന്നെ ഇറങ്ങി സ്വന്തം ജോലിയിലേക്ക് പോകാനാവും എന്ന് പറയുമ്പോൾ ഒരു രോഗിയെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. അത് ഡെഫിനറ്റ്ലി. എന്താ വെച്ചാൽ നമ്മളിപ്പോ ഈ ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ അപ്പൻഡിക്സോ ഗോൾ ബ്ലാഡർ ഹെർണിയ എന്തും ആവട്ടെ, നമുക്ക് ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഡോക്ടർ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 1 ഡേ ആ ഒരു ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്. പക്ഷെ മുറിവെന്ന് പറയുന്ന ഒരു അടുത്തൊരു അസുഖം സംഭാവന ചെയ്യുക. അപ്പൊ അത് പിച്ചാത്തി കൊണ്ട് മുറിഞ്ഞാലും കൊള്ളാൻ, സർജൻ മുറിച്ചാലും കൊള്ളാം, മുറിവ് തന്നെയാണ്. അപ്പൊ ഇത്രയും വലിയൊരു മുറിവ് ശരീരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ മുറിവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേദന, അതാണ് പേഷ്യൻസിന് ഏറ്റവും പേടിയുള്ള കാര്യം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും പേടിയുള്ളത് മുറിവിന്റെ വേദനയാണ് ഭയം ഉണ്ടാക്കുന്നത്. പിന്നെ മുറിവ് കരിയാതിരുന്ന് പഴുക്കോ ഇൻഫെക്ഷൻ ഉള്ള ഒരു സാധനമൊക്കെ വയറിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം പഴുപ്പ് വരും, വിട്ടുപോകുന്നുള്ളത്. വിട്ടുപോയിട്ട് ഹെർണിയ വരാം, കുടൽ തമ്മിലുള്ള ഒട്ടിപ്പിടുത്തം വരാനുള്ള സാധ്യതകൾ. എന്ന് വെച്ചാൽ കുടലിനെ പുറത്തെടുത്ത് വെക്കുന്നുണ്ട് നമ്മുടെ ഓപ്പൺ ഓപ്പറേഷൻ. അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. അപ്പൊ അണുബാധ കുറയ്ക്കുക. അതുപോലെ തന്നെ ഓർഗൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് കണ്ടു ചെയ്യുന്നതുകൊണ്ട് പണ്ടത്തെ 100-1 മാത്രമേ ഈ രക്തം നൽകേണ്ടതായിട്ട് വരാറുള്ളൂ. അതും കൂടെ വലിയൊരു സുരക്ഷ. അപ്പൊ രക്തം കൊടുത്താൽ എല്ലാവർക്കും അറിയാം അണുബാധ മറ്റു വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു അതിന്റെ പേടിയുള്ളപ്പം നമുക്കിതാവുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ആവശ്യം പോലും വരുന്നില്ല. അതാണ് ഒരു ഓപ്പറേഷന്റെ കേൾക്കുമ്പോ ആദ്യം എത്ര രക്തം വേണ്ടി വരും, അത് നമുക്ക് ചേരുന്നത് കിട്ടുമോ, അതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട കൺസേൺസ് സാധാരണക്കാരായ മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അത് സത്യമാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാഴ്ച കുറവ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ രക്തക്കൊല്ലലെ അടയ്ക്കാനോ ഒന്നും പറ്റില്ല. ഇതിനകത്ത് വളരെ ചെറുത് 10 ഇരട്ടി വലുതായിട്ട് കാണുമ്പോൾ ഒരു നാര് പോലെ ഉള്ളത് തന്നെ ഒരു ട്യൂബ് പോലെ കാണും. അപ്പൊ അതിന്റെ സുരക്ഷിതത്വം കൂടിക്കൊണ്ടിരിക്കും. ഓരോ ഭാഗത്ത് അക്സസ് ഉണ്ട്, നമ്മൾ വലിച്ചു പിടിക്കേണ്ട. പിന്നെ ഇൻഡസ്റ്റൈന്റെ ഹാൻഡിലിംഗ് എന്ന് പറയും. നമ്മൾ ഇതിനെ പിടിച്ച് കൈകൊണ്ട് വെക്കുക, അല്ലെങ്കിൽ മോപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെ ബ്ലഡിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ളത്. അതൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ
ഇൻഡസ്ട്രീന്റെ മൂവ്മെന്റിനെ ബാധിക്കും. അങ്ങനെ ബാധിച്ചു കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വയറിലെ കുടലിന്റെ അനക്കം വ്യത്യാസം വരും, പാരാലിറ്റിക് റിലീസ് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ആഹാരം കഴിക്കാൻ വയ്യ, ഡ്രിപ്പ് കൂടുതലായിട്ട് ഇടണം, ആള് വെറുതെ കിടക്കും, വയറ് വയ്യാന്ന് പറഞ്ഞിട്ട് കിടക്കും. കിടന്നു കഴിയുമ്പോഴാണ് ഈ കാലിലെ രക്തക്കട്ടകൾ വരും. ഈ പൾമണറി എംബോളിസം എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് രക്തക്കട്ട ഇളകി പോയിട്ട് എംബോളിസം വരും. അല്ലെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, വേദന കൊണ്ട് എടുക്കാത്ത, ശ്വാസകോശത്തിന് വിഷമമുണ്ടല്ലോ. പക്ഷെ 2 ദിവസം ശ്വാസം എടുക്കാതിരിക്കുമ്പോൾ കഫക്കെട്ടിലും മറ്റും വിഷമങ്ങൾ വന്നിട്ട് ആൾക്ക് ശ്വാസത്തിന് വിഷമമായി, പിന്നെ വെന്റിലേറ്ററായി ആ ഒരു വഴിക്ക് അങ്ങോട്ട് പോയി എന്നുള്ള സിറ്റുവേഷൻ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ ഈ കീ ഹോൾ സംവിധാനം ആകുമ്പോഴത്തേക്ക് പറ്റും. നമുക്ക് ഇന്നിപ്പം രാവിലെ സ്ലീവ് ഗ്യാസ്ട്രിക് നമ്മളപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു വൈകുന്നേരം തന്നെ എഴുന്നേറ്റ് നടക്കണം, യൂറിൻ പാസിനൊന്നും നമ്മൾ സഹായിക്കത്തില്ല എന്ന് പറയുന്നത് അവർ ആ ഒരു കോൺഫിഡൻസ് ആവും, അവർക്ക് നടക്കാൻ പറ്റുമെന്നാകുമ്പോൾ നെക്സ്റ്റ് ഡേ റൂമിൽ പോകാം, വെള്ളം കുടിക്കാം, ഏർലി ആയിട്ട് ഫീഡിങ് തുടങ്ങാൻ പറ്റും. അപ്പൊ അതെല്ലാം വലിയൊരു സഹായം തന്നെയാണ്. സാർ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്റ്റേജിൽ ഞങ്ങൾ ഡയറ്റീഷ്യൻസ് ഫേസ് ചെയ്യുന്ന പ്രധാന പ്രോബ്ലം നമ്മൾ ബവൽ മൂവ്മെന്റ്സ് നോക്കിയിട്ടായിരുന്നു മുമ്പൊക്കെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷെ ലാപ്രോസ്കോപ്പി ആകുമ്പോൾ അങ്ങനെ ഒരു കൺസേണേ ഇല്ല അല്ലേ സാർ? അതെ, 100-ൽ-1 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലിയസ് കുറയ്ക്കും. ഏത് മയർ മുറിച്ചു കഴിഞ്ഞാലും കുടൽ അനക്കം നിന്ന് പോകുന്ന ഒരു അവസ്ഥ മാറിയിട്ട്